സ്നേഹം നിറഞ്ഞ മേഖലാ ഭാരവാഹികളെ, പ്രിയ മാതൃവേദി അംഗങ്ങളെ, ഏവർക്കും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ നേരുന്നു. പീഠാനുഭവങ്ങളുടെയും കുരിശുമരണത്തിൻ്റെയും കാൽവരി യാത്രകൾക്ക് ശേഷം വലിയൊരു പ്രത്യാശയുടെയും വിജയത്തിൻ്റെയും പൊൻകിരണങ്ങളുമായി വീണ്ടും ഒരു ഉയർപ്പ് പെരുന്നാൾ നമ്മളിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്. മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ സമാധാനവും സന്തോഷവും നിങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈസ്റ്റർ വായനയിൽ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 5-6 വാക്യത്തിൽ മാലാഖ സ്ത്രീകളോട് പറയുന്ന ഒരു വചനമുണ്ട്. നിങ്ങൾ ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവൻ ഇവിടെയില്ല, ഉയർപ്പിക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, ഈശോയുടെ ഉയർപ്പിൻ്റെ ആദ്യ സാക്ഷികളാകാൻ ദൈവം തിരഞ്ഞെടുത്തത് സ്ത്രീകളെയാണ്. ഇരുളിൻ്റെയും ഭയത്തിൻ്റെയും നടുവിലൂടെ ശൂന്യമായ കല്ലറയ്ക്കൽ ആദ്യം ഓടിയെത്തിയതും അവരാണ്. അതുപോലെ നമ്മുടെ കുടുംബങ്ങളിലും ഇടവകകളിലും ഈശോയുടെ ഉയർപ്പിൻ്റെ പ്രകാശം ആദ്യം എത്തിക്കേണ്ടത് മാതൃവേദിയിലെ ഓരോ അമ്മമാരുമാണ്. നമ്മുടെ ജീവിതത്തിലും രോഗങ്ങളുടെയും കടബാധ്യതകളുടെയും കുടുംബ പ്രശ്നങ്ങളുടെയും വലിയ കല്ലറകൾ അടയ്ക്കപ്പെട്ടിട്ടുണ്ടാകാം. ഇനിയൊരു തിരിച്ചുവരവില്ല എന്ന് ലോകം വിധി എഴുതുന്ന പ്രതിസന്ധികളുണ്ടാകാം. എന്നാൽ അവിടെ ഒന്നും തളർന്നു നിൽക്കാനുള്ളവരല്ല നമ്മൾ. കാരണം നമ്മൾ വിശ്വസിക്കുന്നത് മരണത്തെ തോൽപ്പിച്ച, അടഞ്ഞ കല്ലറകളെ തുറന്ന ജീവിക്കുന്ന ദൈവത്തിലാണ്. ഉയർത്തെഴുന്നേറ്റ ഈശോ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കുടുംബത്തിൻ്റെ കൂടെയുണ്ട് എന്ന വലിയ വിശ്വാസത്തോടെ ഏത് പ്രതിസന്ധിയെയും നേരിടാൻ ഈ ഈസ്റ്റർ ദിനം നമുക്ക് കരുത്ത് നൽകട്ടെ. കാസർഗോഡ് മേഖലയിലെ 9 ഇടവകളിൽ നിന്നും നോമ്പുകാല സന്ദേശങ്ങൾ അതാത് സമയങ്ങളിൽ തയ്യാറാക്കി പ്രസിഡന്റ് സുനിലെ ഏൽപ്പിക്കുകയും സുനില അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തു. സഹകരിച്ച ഏവർക്കും അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുന്നു. നോമ്പുകാല പരിത്യാഗങ്ങൾക്കും പ്രാർത്ഥനകൾക്കും നല്ല തീരുമാനങ്ങൾക്കും പുതുജീവിതത്തിനും സ്വർഗം നൂറുമേനി ഫലം നൽകട്ടെ. കാസർഗോഡ് മേഖലയിലെ മുഴുവൻ അമ്മമാർക്കും ബഹുമാനപ്പെട്ട ഡയറക്ടർ അച്ഛൻ്റെയും പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് ഓരോരുത്തരുടെയും എൻ്റെ വ്യക്തിപരമായ പേരിലുമുള്ള ഈസ്റ്റർ ആശംസകൾ ഒരിക്കൽ കൂടി സ്നേഹത്തോടെ നേരുന്നു. ഉയർത്തെഴുന്നേറ്റ ഈശോ നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നന്ദി.